ശരി, ഞാൻ പുറത്തുപോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിവരാം. സ്റ്റൗവ് ശരിയായാൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ മാഡം. വാച്ച്മാൻ ലൈറ്റർ പോക്കറ്റിലിട്ട് പുറത്തേക്കിറങ്ങി. പടികൾ ഇറങ്ങുന്നതിനിടെ കൗതുകത്തോടെ ലൈറ്റർ വീണ്ടും അമർത്തി. ടിക്. അയാൾ അമ്പരന്നു. ലൈറ്റർ ഇത്തവണ സാധാരണ പോലെ തീ കൊളുത്തി. അപ്പൊ ഇതിന് കേടൊന്നുമില്ലല്ലോ, സമാധാനമായി. അയാൾ സന്തോഷിച്ചു. താഴെയെത്തിയ ഉടൻ ഫോണെടുത്ത് ആ യുവാവിനെ വിളിച്ചു. എടാ, ഒന്നിവിടേക്ക് വാ, ഒരു വർക്കുണ്ട്. അപ്പോഴേക്കും മെറിൻ വസ്ത്രം മാറി ഹാൻഡ്ബാഗ് എടുത്തിരുന്നു. ഫ്ളാറ്റിന്റെ താക്കോലെടുത്ത് വാതിൽ പൂട്ടി താഴേക്കിറങ്ങി. ഗേറ്റിന് സമീപം വാച്ച്മാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാ അങ്കിൾ, താക്കോൽ. ഞാൻ പോയിട്ട് വരാം. ഓക്കെ മാഡം. മെറിൻ റോഡിലേക്ക് നടന്നു. ആവശ്യമായ പച്ചക്കറികളും പാലും വീട്ടുസാധനങ്ങളും അടുത്ത 2 ആഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി. ഒരു പുതിയ ലൈറ്റർ വാങ്ങാനും അവൾ മറന്നില്ല. സാധനങ്ങൾ വാങ്ങുന്നതിനിടയിലാണ് വാച്ച്മാന്റെ ഫോൺ വന്നത്. മാഡം, സ്റ്റൗ നോക്കാൻ ആ പയ്യൻ വന്നിരുന്നു. ഒരുപാട് ശ്രമിച്ചിട്ടും കത്തിക്കാൻ പറ്റിയില്ല. ഉള്ളിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്റ്റൗവ് കടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാളെ രാവിലെ ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പൈസ നാളെ കൊടുത്താൽ മതി. അങ്ങനെയാണോ? എന്നാൽ ഞാനൊരു ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിക്കട്ടെ. എങ്കിൽ ശരി അങ്കിൾ. കോൾ അവസാനിപ്പിച്ച ശേഷം മെറിൻ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഇൻഡക്ഷൻ സ്റ്റൗവും വാങ്ങി. വിശപ്പ് സഹിക്കാനാകാതെ അടുത്തുള്ളൊരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഓട്ടോയിൽ കയറി നേരെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു. വൈകിട്ട് 6 മണിയോടെ അവൾ ഫ്ളാറ്റിന് മുന്നിലെത്തി. ഓട്ടോയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിവെച്ച് ഡ്രൈവർക്ക് പണം നൽകി. അപ്പോഴേക്കും വാച്ച്മാൻ അവളുടെ അടുത്തേക്ക് നടന്നുവന്നു. ഞാൻ സഹായിക്കാം മാഡം. വേണ്ട അങ്കിൾ, ഇതൊക്കെ എനിക്ക് എടുക്കാവുന്നതേയുള്ളൂ. ശരി, ഇതാ താക്കോൽ. അയാൾ താക്കോൽ അവൾക്ക് കൈമാറി. മെറിൻ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും വാച്ച്മാൻ പെട്ടെന്ന് വിളിച്ചു. 1 മിനിറ്റ് മാഡം. മെറിൻ തിരിഞ്ഞു നോക്കി.